To solve the recurrence relation of non-homogeneous type, non-homogeneous type means C naught an plus C1 an minus 1 is equal to 0. That is homogeneous. If the right hand side is f of n, then it is called a non-homogeneous type. അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എ എൻ പി പ്ലസ് എ എൻ എച്ച് ആയിട്ട് എടുക്കുക. എ എൻ പി കറസ്പോണ്ടിങ് നോൺ ഹോമോജീനിയസിൻ്റെയും എ എൻ എച്ച് ഹോമോജീനിയസിൻ്റെയും. ഇനി അതിനുവേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇതൊക്കെ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് കെ വന്നാൽ എ എൻ പി എ ആയിട്ട് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എൻ ആണെങ്കിൽ എ എൻ പ്ലസ് ബി എന്ന് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എൻ സ്ക്വയർ ആണെങ്കിൽ എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി എന്ന് എടുക്കുക. ഇഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എൻ ക്യൂബ് പ്ലസ് ബി എൻ സ്ക്വയർ പ്ലസ് സി എൻ പ്ലസ് ഡി ആയിട്ട് എടുക്കുക. ആർ റൈസ് ടു എൻ ആണെങ്കിൽ എ ആർ റൈസ് ടു എൻ ആയിട്ട് എടുക്കാം. ഇനി സൈൻ തീറ്റ കോസ് എൻ തീറ്റ ആണെങ്കിൽ എ സൈൻ എൻ തീറ്റയും കോസ് എൻ തീറ്റയും വരും. ആർ റൈസ് ടു എൻ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വരും. ഓക്കെ, ഇത്രയും ഫോർമുലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എ എൻ പ്ലസ് 1 മൈനസ് 2 എൻ ഇസ് ഈക്വൽ ടു 2 റൈസ് ടു എൻ, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എ നോട്ട് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് നോൺ ഹോമോജീനിയസ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് 0 അല്ല. അപ്പം ആദ്യം കംപ്ലീറ്റ് സൊല്യൂഷൻ എ എൻ എച്ച് പ്ലസ് എ എൻ പി എന്ന് എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എ എൻ എച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 സെറ്റ് ചെയ്യണം. അപ്പോൾ എ എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എ എൻ വരും. അപ്പോൾ ഇതിൽ ഡിഫറൻസ് 2 ആണല്ലോ. നമ്മുടെ ഫസ്റ്റ് ഓർഡറിൽ ഹോമോജീനിയസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ എൻ എച്ച് എന്തായിരിക്കും? കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഡി റൈസ് ടു എൻ. അപ്പോൾ കെ ഇൻറ്റു 2 റൈസ് ടു എൻ എന്നായിട്ട് എടുക്കാം. ഇനി നമ്മൾ എ എൻ പി സെലക്ട് ചെയ്യുമ്പോൾ എ എൻ പി റൈറ്റ് ഹാൻഡ് സൈഡ് ആരാ? 2 റൈസ് ടു എൻ. അപ്പോൾ 2 റൈസ് ടു എൻ ആയി എടുക്കുക. പിന്നെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എ എൻ എച്ചും എ എൻ പിയും മൾട്ടിപ്പിൾ ആവരുത്. ഇവിടെ കിട്ടിയ എ എൻ എച്ചും നമ്മൾ എടുക്കുന്ന എ എൻ പിയും മൾട്ടിപ്പിൾസ് ആവരുത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. ഇതിന് നമ്മൾ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ഫോമിൽ വരും. കണ്ടോ, ഇത് കണ്ടോ, സോൾവ് ചെയ്യാൻ പറ്റാത്ത 2a 2 റൈസ് ടു എൻ മൈനസ് 2a 2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 2 റൈസ് ടു എൻ. അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരും. അതുകൊണ്ട് അങ്ങനെ വന്നാൽ n കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു എന്നോ എൻ സ്ക്വയറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ എൻ പി നമുക്ക് എ എൻ 2 റൈസ് ടു എൻ എന്നും കൂടെ എക്സ്ട്രാ കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഗിവൺ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എ വാല്യൂ 1/2 എന്ന് കിട്ടും. അപ്പോൾ എ എൻ പി കിട്ടിയില്ലേ. ഇനി കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മുടെ ഹോമോജീനിയസിൻ്റെയും നോൺ ഹോമോജീനിയസിൻ്റെയും. പക്ഷെ കെ ഇവിടെ കോൺസ്റ്റന്റ് കിടപ്പുണ്ട്. അതിനെ മാറ്റാനായിട്ട് എ നോട്ട് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് 0 എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കെ 0 കിട്ടും. അപ്പോൾ എന് കിട്ടിയില്ലേ.